നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നീ എന്തുകൊണ്ടാണ് എന്നോട് മിണ്ടാതിരിക്കുന്നത്? നിന്റെ നിശബ്ദത എന്നെ വിഷമിപ്പിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റു പലവരും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും അകറ്റുവാനും നിങ്ങളെ രണ്ടുപേരെയും മാറ്റി നിർത്തുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയോട് കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തിയെ മറ്റു പലവരും തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പല സത്യങ്ങളും തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പല കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളുമായി സംസാരിക്കണമെന്നും മനസ്സ് തുറക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ തടസ്സം നിൽക്കാനായി ഒരുപാട് വ്യക്തികൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള മോശക്കേടുകളും ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും മറ്റുള്ളവർ പറയുന്ന വാക്കുകളിലൂടെയും സംസാരത്തിലൂടെയും ഈ വ്യക്തിയുടെ ഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിലാണെങ്കിലും താൻ ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോലും നിങ്ങളുമായി ഒന്നിച്ചു ചേരാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടിയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളിലെ ഏറ്റവും ദയയായിട്ടുള്ള സ്വഭാവം. നിങ്ങൾ സത്യസന്ധരാണ്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സത്യസന്ധര് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ എപ്പോഴും ചേർന്നിരിക്കുവാൻ തന്നെയാണ് ഈ വ്യക്തിക്ക് ആഗ്രഹം. ഈ വ്യക്തിക്ക് സന്തോഷവും അത് തന്നെയാണ്. നിങ്ങളുടെ സത്യസന്ധതയെ അത്രയും പോസിറ്റീവായി തന്നെയാണ് ഈ പേഴ്സൺ കാണിക്കുന്നത്, അല്ലെങ്കിൽ നോക്കിക്കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി മറ്റു പലവരുടെയും മുന്നിൽ ഒരു ദുഷ്ട കഥാപാത്രമായി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാത്തതും മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം ശക്തിയുള്ള വ്യക്തിയായിട്ടും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാത്ത വളരെ ക്രൂരനായ വ്യക്തിയുമായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ വ്യക്തിക്ക് സമാധാനപരമായി നിങ്ങളോടൊത്ത് കൂടണമെങ്കിൽ അങ്ങനെ നിന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. മറ്റു പലവരും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കയറുകയും സ്ഥാനമുറപ്പിക്കുകയും അവരുടെ തീരുമാനങ്ങൾ ഈ വ്യക്തിയുടെ തലമേലിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ അടിമയാകാൻ തനിക്കിനി സാധിക്കില്ല എന്നും താൻ തയ്യാറല്ല എന്നും നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വ്യക്തി ഇപ്പോൾ ജീവനോടെ നിൽക്കുന്നത് എന്നുമാണ് ഈ പേഴ്സൺ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എങ്ങനെയെങ്കിലും കാലചക്രം മാറ്റിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷവും സമാധാനവും എന്തൊക്കെ ചെയ്തിട്ടായാലും വേണ്ടില്ല, ഈ പ്രണയബന്ധത്തിൽ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ടേക്ക് ചാർജ് ആൻഡ് അതോറിറ്റേറ്റീവ് എന്നുള്ള ഊർജത്തിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം അടിമയെ പോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ടനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വ്യക്തി ചെയ്യുന്നത് നിങ്ങളുമായി സ്നേഹത്തിലാവുകയും വേണം. നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് നട്ടലോടുകൂടി മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളതാണ് ഈ പേഴ്സന്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി കണക്കാക്കുന്നത്. ഇവിടെ ഇത്രയും കാലം അഭയാർത്ഥിയെ പോലെ നിന്നിരുന്ന ഈ വ്യക്തി ഇനിയിപ്പോൾ അങ്ങോട്ട് മേധാവിത്വം നയിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത്രയും കാലം മറ്റുള്ളവർ പറയുന്നത് ഈ വ്യക്തി അനുസരിച്ചു. ഇനി ഈ വ്യക്തി പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കണം എന്നുള്ള വാശിയേറിയ പോരാട്ടത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളിൽ സത്യസന്ധത തന്നെയാണ്. നിങ്ങളിൽ കണ്ടിട്ടുള്ള സത്യസന്ധത മറ്റാരിലും ഈ വ്യക്തിക്ക് കാണുവാൻ സാധിച്ചിട്ടുമില്ല. നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയോട് മിണ്ടാതിരിക്കുന്നുണ്ടാകാം, നിശബ്ദത വെച്ച് പുലർത്തുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിശബ്ദത വെച്ച് പുലർത്തുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത്. നിശബ്ദത വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോട് യാതൊരു തരത്തിലുമുള്ള ഇഷ്ടക്കുറവോ വൈരാഗ്യമോ ഇല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സത്യസന്ധരായതുകൊണ്ടും നിങ്ങളുമായിട്ടുള്ള ജീവിതം മുന്നോട്ടുള്ളത് ഭദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഉറപ്പുണ്ട്. മറ്റാരുമായി കൂട്ടുകൂടിയാലും ഇത്രമാത്രം ഭദ്രത തനിക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ വ്യക്തിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വളരെ പരിശുദ്ധരായ വ്യക്തികളായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ ഊർജം ഈ വ്യക്തിയിലേക്ക് തളം കെട്ടി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. നിങ്ങൾ സ്നേഹിക്കാനാണെങ്കിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായി റൊമാൻറ്റിക്കായി സ്നേഹിക്കുകയും ദേഷ്യപ്പെടാനാണെങ്കിൽ നിങ്ങൾ അഗ്നിസ്വരൂപികളാകും, വളരെ ദേഷ്യഭാവം കാണിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് യാതൊരു സംശയവും ഇല്ല. നിങ്ങളെക്കുറിച്ച് മറ്റാരേക്കാൾ കൂടുതൽ ഏറ്റവും നന്നായി അറിഞ്ഞിട്ടുള്ളത് ഈ വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതും നിങ്ങളുടെ നിശബ്ദതയും ഈ വ്യക്തിയെ കൂടുതൽ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. എങ്കിൽ പോലും നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയും എന്നുള്ള ചിന്ത ഈ വ്യക്തിയെ നന്നായി തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ഈ വ്യക്തിയെ മറക്കാൻ സാധിക്കില്ല എന്നും നിങ്ങൾ രണ്ടുപേരും ചിലവഴിച്ചിട്ടുള്ള ഒരുപാട് മനോഹരമായ നിമിഷങ്ങളെ കുറിച്ച് ഓർത്തുമാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് വളരെയധികം കാര്യപ്രാപ്തി വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു പലവരും ഈ വ്യക്തിയെ അവരുടെ നിയന്ത്രണത്തിൽ ആക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്നതും നിങ്ങളുടെ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള ചിന്തകൾ കൂടിയാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനഃശാന്തി അല്ലെങ്കിൽ മനഃശുദ്ധി കാരണം മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് മുതലെടുക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി പല വിധത്തിലും നിങ്ങളെ എല്ലാത്തിൽ നിന്നും രക്ഷിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും ഈ പ്രണയബന്ധം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും തന്നെയാണ്. ഈ വ്യക്തിയുടെ പുറമേ ഉള്ള സ്വഭാവം നോക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നിയേക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ പുരുഷനായിരിക്കാം. പക്ഷെ മനസ്സുകൊണ്ട് വളരെയധികം മൂർച്ചയേറിയ വാക്കുകളോട് കൂടിയും പ്രവർത്തികളോട് കൂടിയുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. എന്നിരുന്നാലും മറ്റാർക്കും ഈ വ്യക്തിയെ തോൽപ്പിക്കാനാവുകയില്ല, പ്രത്യേകിച്ച് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിന്റെ കാര്യത്തിൽ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരുപക്ഷെ നിങ്ങളുടേതായിട്ടുള്ള വാശി ഉണ്ടാകാം, നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാം. അത് അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.